ഹായ് ഹലോ നമസ്കാരം, ഷാനുവാണ്. അതായത് നമ്മൾ ഈ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് ചട്ടത്തരം കാണിക്കാനും നമ്മുടെ നാട്ടിലെ ഓൺലൈൻ മീഡിയാസിന് യാതൊരു മടിയില്ലെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല മരണ വീടുകളിലും ചെന്നിട്ട് ഒരു മൈക്കുമായിട്ട് ചെന്നിട്ട് പല ആൾക്കാരോടും ചോദിക്കാറുണ്ട്, എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് മരണ വീടുകളിൽ പോയിട്ട് എന്തായാലും ആ ഒരു എന്ത് കിട്ടിയാലും മതി, അല്ലെങ്കിൽ എന്ത് സാധനം കിട്ടിയാലും മതി, ഞങ്ങൾക്കൊന്ന് വൈറലായാൽ മതി എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരുപാട് ഓൺലൈൻ മീഡിയസ് ഉണ്ട് നമ്മുടെ നാട്ടില്. ഒരു മൈക്കും ഒരു ക്യാമറ എടുത്ത് ആൾക്കാർ വെറുതെ ഇങ്ങനെ ഇറങ്ങിയേക്കാം, ഒരു ടൈറ്റിലും കൊടുക്കും, അവരുടെ ചാനലിന്റെ പേര് ഇന്നതാണെന്ന് വെച്ചിട്ട്. എന്തായാലും ഇപ്പൊ ലാസ്റ്റ് നടന്ന സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. നമ്മളെല്ലാവരും വളരെ ദുഃഖത്തോടെ നോക്കിയിരുന്ന ഒരു ആളാണ് അർജുൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം തിരിച്ചു വരും എന്ന് കാത്തിരുന്നു ലാസ്റ്റ് ഇപ്പോ എങ്ങും എത്താത്ത ഒരവസ്ഥയിലേക്ക് ആ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ 2 ദിവസം മുമ്പ് അവരുടെ വീട്ടിൽ, അതായത് ഒരുപാട് ദുഃഖത്തോട്ടിരിക്കുന്ന അവരുടെ വീട്ടിൽ ചെന്നിട്ട് ആ മകന്റെ അടുത്ത് മൈക്ക് ചൂണ്ടിട്ട് ചോദിക്കുകയാണ്, അച്ഛൻ എവിടെ പോയതാണ്, അച്ഛൻ എന്ന് തിരിച്ചു വരും. എന്തൊരു വൃത്തികെട്ട്, എന്താ പറയാ, എന്തൊരു സംസ്കാരമില്ലാത്ത ആൾക്കാരാണെന്നുള്ളതാണ് സത്യം പറഞ്ഞാല്. ആ വീഡിയോ ആണെന്ന് കാണിച്ചു തരാം. പപ്പ എവിടെ പോയി? പപ്പ ലോറി പോയോ? എവിടെ പോയതാ പപ്പ? ലോറി പോയോ? ലോറി വരുമോ? ഇനി ലോറി വരുമോ? ഇതിനൊക്കെ നടന്ന് പൈസ ഉണ്ടാക്കുന്നത് നല്ലത്. ഇതിനൊക്കെ തെണ്ടാൻ പൊക്കൂടെ എന്ന് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. തെണ്ടാൻ പൊക്കൂടെ നിനക്കൊക്കെ? നീ എന്തിനാണ് ഇങ്ങനെ ഈ രണ്ടും കെട്ട പരിപാടിക്ക് നടക്കുന്നത്? അല്ല, മനസ്സിലാകുന്നില്ല. അത്രത്തോളം ദുഃഖിച്ചിരിക്കുന്ന ആ വീട്ടില് ആ പൊന്നുമോന്റെ കാര്യം ഓർത്തിട്ട് ഓരോ അമ്മമാർ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട്. ആ ഒരു സന്ദർഭത്തിലാണ് അത് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് ഇല്ലാത്ത കാര്യങ്ങള്. ഇതിനൊക്കെ പച്ചയ്ക്ക് പറയേണ്ടതാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ ഒരു സംസ്കാരം നമ്മളതിനെ അനുവദിക്കുന്നില്ലെന്നുള്ളതാണ്. ആ കുഞ്ഞിന്റെ അടുത്ത് പോയിട്ട് അച്ഛനെവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. ആ കുഞ്ഞിന്റെ അടുത്ത് പോയിട്ട് അതിനെ വരെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു. അത്രത്തോളം വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ നടന്നിട്ട് അതിനെ പോലും വിറ്റ് പൈസ ഉണ്ടാക്കുന്നത് എന്തൊരു അവസ്ഥയാണെന്നുള്ളതാണ് ഇതൊക്കെ. സത്യം പറയാം, ഇതുപോലുള്ള ചാനലുകളെ നിരോധിക്കണം. ഇതിപ്പം ആ കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചതിനും ഒക്കെ അതിന്റെ ഒരു പേരിൽ എന്തോ ഒരു കേസ് എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അത് നാളെ മറ്റന്നാൾ തേഞ്ഞു പോകും. ഇതൊന്നുമല്ല ചെയ്യണ്ടേ. ഇതുപോലുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അൺസബ്സ്ക്രൈബ് ചെയ്യുക, ചാനലുകൾ കാണാതിരിക്കുക. അപ്പൊ കുറച്ച് വ്യൂസ് പറയുമ്പോൾ നിർത്തിക്കോളൂ ഈ പരിപാടിയൊക്കെ. നമ്മൾ വീണ്ടും കണ്ട് ആൾക്കാരെ കൂട്ടുമ്പോഴാണ് ഒരു ഇത് കണ്ടന്റ് ഉണ്ട്, നല്ലതാണെന്ന് കരുതി അടുത്ത ഒരു വീട്ടിലേക്ക് അവർ പോകുന്നത്. പല മരണ വീടുകൾ നമ്മൾ കാണാറുണ്ട്. കല്യാണ വീടുകളിൽ അവരെ കൂടെ ശല്യമാണ്, അത് പോട്ടെന്ന് വെക്കാം. സെലിബ്രിറ്റീസ് കല്യാണ വീടുകൾ അത് പോട്ടെന്ന് വെക്കാം. പല മരണ വീടുകളിലും പോയിട്ട് ഇതുപോലുള്ള മൈക്കും പൊക്കിക്കൊണ്ട് എന്നിട്ട് എന്താ ഇതൊക്കെ പറയാം നമ്മള്. അതെല്ലാം നമ്മൾ വിട്ടു. ഇതുപോലൊരു അവസരത്തിൽ നിൽക്കുമ്പോഴേ, ആ അന്വേഷണം എവിടെ എത്താതെ നിൽക്കുമ്പോഴേ, അവർക്കൊന്ന് കാണാൻ പോലും കിട്ടുമോ എന്ന് അറിയാതെ നിൽക്കുമ്പോഴേ ആ വീട്ടിൽ ചെന്നിട്ട് ആ മകനെ പിടിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്ക്. ആ കുഞ്ഞിനെ വെച്ച് വരെ ഒരു വീഴ്ച ഉണ്ടാക്കാൻ നോക്കുകയാണ്. എന്തൊക്കെ അവസ്ഥകളാണെന്നുള്ളതാണ്. ഈ മാധ്യമം എന്നൊക്കെ പറഞ്ഞത് എത്രത്തോളം തറയാരോ പരിപാടിയാണെന്ന് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ ആ മണ്ണിനടിയിൽ പോയപ്പോഴാണ്. നമ്മൾ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, രക്ഷപ്പെടുമോ എന്ന് നോക്കിയിട്ട്. ഓരോ മലയാളിക്കരയും മലയാളികളും, ലോകത്തുള്ള എല്ലാ മലയാളികളും എല്ലാ വീടുകളിലും പ്രാർത്ഥനയാണ്. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം തിരിച്ചു വരണമെന്ന്. ഈ ഒരു അവസരത്തില് അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ട് റേറ്റിംഗ് ഉണ്ടാക്കാൻ നോക്കുന്ന കുറച്ച് ചാനലുകളുണ്ട്. ലക്ഷ്മണന്റെ ചായക്കടയിൽ നിന്ന് പതിവുള്ള ചായയും കുടിച്ച് ഒരു ചെറിയ മയക്കം. പിന്നിൽ നിന്ന് വന്ന ലോറിക്കാരൻ തട്ടി വിളിച്ചപ്പോൾ ഞാനൊന്ന് മയങ്ങിയിട്ട് വരാം എന്ന് അയാളോട് മറുപടി. ന്യൂസ് 18 വന്നൊരു കാർട്ടൂണാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാർട്ടൂണ് അർജുനെ കുറിച്ചുള്ള കാർട്ടൂണാണ്. വീഡിയോ കണ്ടോ? ഒരു മനുഷ്യന്റെ സിമ്പതി എങ്ങനെ പിടിച്ചു പറ്റാം, അതുവഴി എങ്ങനെ കുറച്ച് വ്യൂസ് ഉണ്ടാക്കാം, ഇതൊക്കെയാണ് ചിന്ത. അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ മൊട്ടയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ മൊട്ട കാണിച്ചൊരു ഒരു ചെറ്റത്തരം എന്താണെന്ന് വെച്ചാല്, അതിന്റെ ആ ഒരു ഗ്രാഫിക്സ് എടുത്തിട്ട്, ഞാൻ ആ വീഡിയോ കാണിക്കുന്നില്ല, ഗ്രാഫിക്സ് എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് വിശദീകരിക്കുകയാണ്. അർജുൻ ഇവിടെയാണ് ചായ കുടിക്കാൻ വരുന്നത്, ഇവിടെയാണ് അദ്ദേഹം കുളിക്കുന്നത്, ഇവിടെയാണ് വണ്ടി ഇടുന്നത്. അവർക്കൊക്കെ ഒരു ടൂർ പോയ ഫീലാണ്. ഇപ്പം അർജുൻ ടൂർ പോയ ഫീലാണ് അവർക്കൊക്കെ. അവര് എന്ത് ചെയ്തിട്ടായാലും കുഴപ്പമില്ല, വ്യൂസ് കിട്ടണം, അത്രേ ഉള്ളൂ.